നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് അഭിഭാഷകൻ പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരിച്ച് ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖ. ഫേസ്ബുക്കിലൂടെയായിരുന്നു ആർ ശ്രീലേഖയുടെ പ്രതികരണം. ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ മുഖ്യമന്ത്രിക്ക് തനിക്കെതിരെ പരാതി നൽകി. MLAയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി എന്നാണ് പരാതി. അനന്തര നടപടിക്ക് പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറി എന്നാണ് അറിയുന്നത്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നതെന്നും അവർ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു. ശ്രീലേഖയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഡിസംബർ 31 വളരെ തിരക്കേറിയ ദിവസമായിരുന്നുവെന്നും ഒട്ടേറെ പേർ തന്നെ കാണാൻ വന്നുവെന്നും ശ്രീലേഖ പറയുന്നു. കുറേയധികം സ്നേഹ സമ്മാനങ്ങൾ കിട്ടി, കുറേയധികം കാര്യങ്ങൾ ചെയ്തു. തിരക്കിനിടയിൽ ന്യൂ ഇയർ ഡിന്നറും ഉണ്ടാക്കി. ഇതിലും തിരക്കായി ന്യൂ ഇയർ ഡേ കടന്നുപോയി. പുതിയ കൗൺസിലർമാർക്കുള്ള ട്രെയിനിങ് പരിപാടിയിലും പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ഇയർ സെലിബ്രേഷനിലും പങ്കെടുത്തു. അത് കഴിഞ്ഞു വന്നപ്പോൾ കേൾക്കുന്ന വാർത്ത ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നാണ്. MLAയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി അത് തുറന്നുവെന്നാണ്. തനിക്കെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്ത തുറങ്കിലടയ്ക്കണമെന്നാണ് പരാതി. ആ പരാതി DGPക്ക് തുടർ നടപടികൾക്കായി അയച്ചുവെന്നും അറിഞ്ഞു. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നതെന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞത്. എന്തായാലും കൃത്യമായൊരു മറുപടിയാണ് ശ്രീലേഖ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കൗൺസിലർ ഓഫീസിൽ പുതിയ നെയിം ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. MLA VK പ്രശാന്തിന്റെ നെയിം ബോർഡിന് മുകളിലാണ് കൗൺസിലർ ബോർഡ് സ്ഥാപിച്ചത്. നെയിം ബോർഡിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാസ്തമംഗലത്ത് കൗൺസിലറുടെ ഓഫീസിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുവെന്ന് ആർ ശ്രീലേഖ അറിയിച്ചിരുന്നു. കോർപ്പറേഷൻ അതിവേഗം വൃത്തിയാക്കിയെന്ന് ഫേസ്ബുക്ക് വീഡിയോ പങ്കുവെച്ച് ശ്രീലേഖ പറഞ്ഞിരുന്നു. 2 ദിവസം മുൻപ് താൻ ചവറിന്റെ പ്രശ്നം പറഞ്ഞിരുന്നില്ല, എല്ലാം മാറി, ഞാനത് കാണിച്ചു തരാം, എല്ലാം കെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട്. ഈ കുപ്പികളൊക്കെ ഇന്നലെ ആളുകൾ കുടിച്ചിട്ട് കൊണ്ടുവന്നിട്ടതാണ്, അതെല്ലാം വെറുക്കി ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട്. എടുത്തു കളയാനുള്ള ചവറുകൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ ആകുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ. വളരെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നായിരുന്നു വീഡിയോയിൽ ശ്രീലേഖ പറഞ്ഞത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലർ ഓഫീസും VK പ്രശാന്ത് MLAയുടെ ഓഫീസും ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശാസ്തമംഗലം വാർഡ് കൗൺസിലറുടെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ വിചിത്രങ്ങൾ ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. കഷ്ടിച്ച് 70-75 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തന്റെ ഇത്തിരി പോകുന്ന കുഞ്ഞു ഓഫീസ് മുറിയാണിതെന്നും കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും ശ്രീലേഖ പോസ്റ്റിൽ വിമർശിച്ചിരുന്നു. സേവനം തുടങ്ങിയെന്നും മുറിയെന്ന് പറയാൻ കഴിയാത്ത ചെറിയ ഒരിടമാണെന്നും ആത്മാർത്ഥതയുള്ള ഒരു ജനസേവികയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാമെന്നും ശ്രീലേഖ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചവരെ ഇവിടെ 18 പേർ വന്നു, അവരെ സഹായിച്ചതിൽ തൃപ്തിയുണ്ടെന്നും അത് മതിയെന്നും ശ്രീലേഖ കുറിച്ചു. ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിന്റെ വീഡിയോയും ശ്രീലേഖ പങ്കുവച്ചു. VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. കോർപ്പറേഷനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതെന്നും മാർച്ച് വരെ കാലാവധിയുണ്ടെന്നും ഒഴിയില്ലെന്നുമുള്ള ഉറച്ച നിലപാടാണ് VK പ്രശാന്ത് MLA സ്വീകരിച്ചത്. ഓഫീസ് ഒഴിയണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും പ്രശാന്ത് സഹോദരനെ പോലെയാണെന്നുമാണ് സംഭവം വിവാദമായതോടെ ആർ ശ്രീലേഖ പ്രതികരിച്ചത്. പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നത് വരെ ചെറിയ സ്ഥലത്ത് തന്റെ ഓഫീസ് തുടരുമെന്നും ശ്രീലേഖ വ്യക്തമാക്കുകയുണ്ടായി. പിന്നാലെയാണ് ഓഫീസ് പരിസരം വൃത്തിയാക്കുന്നതിന്റെ വീഡിയോ ശ്രീലേഖ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. മലയാളി വാർത്തയോടും ശ്രീലേഖ തന്റെ ഓഫീസിനെ കുറിച്ച് നേരത്തെ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി: വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാനൊരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒഴിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണേ, ഉടനെ വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ച് വെച്ചത് അദ്ദേഹം ഇത് ഇത്ര വലിയ ഒരു വിവാദമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ അതിനെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം കാണും അറിയില്ല. പക്ഷേ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ല ഇതിനകത്ത്, മാന്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് മറ്റുള്ള ആൾക്കാർ, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്, ഒരു വനിതയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഓടി നടന്ന് സ്കൂട്ടറിൽ നടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അസുഖമുള്ളവർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്, വികലാംഗരായിട്ടുള്ളവർക്ക്, വീൽചെയറിലിരിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി ചെയ്യും. അതൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ട സേവനം ചെയ്യും. പക്ഷെ ഇവിടെ എന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ചില പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം കൗൺസിലിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ പറയണം എന്ന് പറഞ്ഞ് വരുമല്ലോ. അപ്പൊ അവർക്ക് ഇവിടെ ഇന്ന് എഴുതണ്ടേ? എനിക്കൊരു കത്തെഴുതി അവരുടെ കൈ കൊടുത്തു വിടുമോ, അല്ലെങ്കിൽ ആ കൺസേൺഡ് ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുക്കുകയോ വിളിച്ച് പറയുകയോ ചെയ്യേണ്ട ഒരു സൗകര്യം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലമല്ല. പിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എനിക്ക് എവിടെ പോകണം എന്നും അറിയില്ല. കാരണം ഈ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ ഫയലും സാധനം വെച്ചത് കൊണ്ട് വെള്ളം പോലും ഇല്ല അതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പൊ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം, കുടിക്കാൻ വെള്ളം വെക്കാനുള്ള സംവിധാനം, അങ്ങനെ ആരെങ്കിലും വന്നാൽ ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു 80 സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് തോന്നുന്നത്. 80 ആണ്. ബാത്റൂം ഉൾപ്പെടെയാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതുപോലെയുള്ള ഒരു മുറിയുടെ വളരെ പ്രയാസമായിരിക്കും, ശ്വാസം മുട്ടും. അപ്പുറത്തെ റിസപ്ഷൻ ഏരിയയിലും MLAയുടെ മുറിയിലും ഒക്കെ AC വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അതും ഇല്ല.
അപ്പൊ അതൊക്കെ കൊണ്ട് ഒരു AC എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു. പക്ഷെ അതും ഇല്ല. അപ്പൊ ഇതിന്റെ ഇത്രയും കോർപ്പറേഷൻ അതിന്റെ ചെലവൊക്കെ വഹിച്ച് അതിന്റെ കറന്റും വാട്ടർ ചാർജും ഒക്കെ കൊടുത്തിട്ട് കൗൺസിൽ ബിൽഡിങ് കൗൺസിലർക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഫസ്റ്റ് ഫ്ലോർ. പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, AC ഇല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റ് 350 സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്ന ആളാന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുമല്ലോ. കൂടാതെ പണ്ട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലമാണ് ആ ഫുൾ ഏരിയ. ഇത് ബാത്റൂമിന്റെ ആന്റി റൂം എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ഇതാണ് സ്റ്റോറേജ് റൂം. നിങ്ങൾ നോക്ക് മുകളിലെ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലം ഇത്. ഇവിടെയാണ് ഷെൽഫ് ഇട്ട് സ്റ്റോറേജ് റൂമും റെസ്റ്റ് റൂമും, പിന്നെ അതാണ് ബാത്റൂം. അതൊരു ഹോളായിട്ട് ബിന്ദു ഇരുന്നിരുന്ന സ്ഥലമാണ്. പക്ഷെ സംഭവം പ്രശാന്ത് വന്നതിന് ശേഷം അത് അദ്ദേഹം കൈയടക്കി എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അത് പറയുന്നത് ഇനി വിവാദമാകുമോ എന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും വിവാദമാണല്ലോ. അദ്ദേഹം അതൊരു പാർട്ടീഷൻ ചെയ്ത് 2 AC ഒക്കെ വെച്ച് ഇരിക്കുന്നു സ്വസ്ഥമായിട്ട്. അപ്പോ കൗൺസിലർ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ബിന്ദുവിന് ശേഷം ആരും ഇരുന്നിട്ടില്ല. മധുസൂദൻ നായർ വന്നിരുന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ശീലം ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാനൊരു 2 മാസത്തേക്ക് ശ്രമിച്ചു, പറ്റാത്തതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങള് രാവിലെ തന്നെ വന്നിട്ട് മാം ഇവിടെ വന്നോ, പ്രശാന്ത് സാർ വന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് പ്രശാന്ത് സാർ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാവും, ഒരു നിശ്ചിത സമയത്ത് സ്ഥിരമായിട്ട് ഉണ്ടാവും. ശ്രീലേഖ മാം ആണെങ്കിലും ഇതിനു മുമ്പുള്ള BJP കൗൺസിലർ ആണെങ്കിലും അവർ വരുന്നോ പോകുന്നോ എന്നുള്ളത് ഞങ്ങളാരും കാണാറില്ല എന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ? അവരെ വരാൻ സമ്മതിക്കാറില്ലാത്ത കാരണം നിങ്ങൾ അറിയാം, ഇവരുടെ ഓഫീസിന്റെ അകത്തൂടെ കയറിയാ വരേണ്ടത്. പുറത്തിരിക്കുന്ന ഈ 2 ബൗൺസർമാരെന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അവരിയ്ക്കുമ്പോൾ അവരുടെ ഇടയിലൂടെയുള്ള ഒരു സ്ഥലത്തിൽ കൂടെ വേണം എന്റെ ഓഫീസിലേക്ക് വരാൻ. അപ്പൊ പ്രശാന്തിന്റെ ഓഫീസിന്റെ നടുക്കൂടെ കയറി വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പഴയ കൗൺസിലർമാർ വരാത്തത്. പക്ഷെ എനിക്കിവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ രാവിലെയും വരും, ഉച്ചയ്ക്കും വരും. കുറച്ച് സമയം 1.5-2 മണിക്കൂറെങ്കിലും വരും. ബാക്കി സമയങ്ങൾ എനിക്ക് പല പരിപാടികളുണ്ട്. നേരത്തെ ഇത് ഒരു അക്ഷയ കേന്ദ്രമോ സാക്ഷരതാ മിഷനോ അല്ലാണ്ട് പണ്ട് കൗൺസിലർ അവിടെ ഇരിക്കുമ്പോൾ ഇതിവിടെ സാക്ഷരതാ മിഷനോ അക്ഷയ കേന്ദ്രമോ എന്തോ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം പ്രശാന്ത് സാറ് പ്രതികരിച്ചത് കണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും പറയുന്നത് ഇപ്പോ മേയർ കസേര കിട്ടാത്തതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ദേഷ്യം തീർക്കുകയാണ്. പിന്നെ ഇതിനു മുമ്പ് മാമിന്റെ ഒരു പൊസിഷനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു പൊസിഷനൊക്കെ വെച്ചിട്ട് ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണ് എന്ന തരത്തില് പൊതുവെ നേതാക്കന്മാർ പ്രതികരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളും ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു വിവാദത്തിലേക്കൊക്കെ കൊണ്ടുവിടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരോടൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത്? അവരോടൊന്നും എനിക്ക് മറുപടി ഇല്ല. അവരവരുടെ ഭാഷയിൽ പറയും, ഞാൻ എൻ്റെ ഭാഷയിൽ സൗമ്യമായിട്ട് പറയുന്നു. എനിക്ക് ഇരിക്കാനുള്ളൊരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം തരും. ഒരു വനിതയാണ്, ഒരു വനിതാ കൗൺസിലറായിട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ആസ് എ ജനപ്രതിനിധി, ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ട്, ഒരു MLA ആണല്ലോ, ജനസേവനമാണല്ലോ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം. അപ്പൊ ഞാനും ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പെടുത്തിക്കൊണ്ട് എന്നെയും കൂടെ ഒരു സേവനം ചെയ്ത് തന്നൂടെ എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിലും രീതിയിലും അത് പ്രതികരിച്ചു. അതന്നെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല.